സമൂഹത്തിൽ വരുന്ന ഓരോ കഷ്ടപ്പാടും അല്ലെങ്കിൽ ഓരോ ആപത്തും നമ്മളെ തന്നെയാണ് അപകടത്തിലാക്കുന്നത്, അല്ലേ? ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മുടെ കണ്ണിനു നേരെ ഒരു കല്ല് പാഞ്ഞു വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ക്ഷണനേരം കൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കണ്ണ് അടയ്ക്കും, അതുമല്ലെങ്കിൽ തല ഇങ്ങനെ വെട്ടിക്കും. ആ കല്ലിനെ തട്ടിക്കളയാൻ ചിലപ്പോൾ നമ്മുടെ കൈകളും ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കുനിഞ്ഞ് ഇരിക്കും. അപ്രകാരം നമ്മുടെ കണ്ണിനെ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തെ രക്ഷിക്കുവാൻ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ശ്രമിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴോ, അത് നമ്മുടെ പല്ലുകൾ ചവച്ചരയ്ക്കുന്നു. അത് അന്നനാളത്തിലൂടെ നമ്മുടെ ഉദരത്തിലെത്തുന്നു. ആ ഉദരം ആകട്ടെ അതിനെ ദഹിപ്പിച്ച് ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിക്കുന്നു. ഉദരം മാത്രമായിട്ട് ആ ഭക്ഷണത്തെ ഒരിക്കലും പിടിച്ചു വയ്ക്കുന്നില്ല, അല്ലേ? ഈ രണ്ടു കാര്യങ്ങളിലും നോക്കിയാൽ മനസ്സിലാകും, ശരീരത്തിലെ ഓരോ അവയവവും പ്രവർത്തിക്കുന്നത് സ്വമേധയാണ്, സ്വന്തമായിട്ടാണ്. കണ്ണിനെ രക്ഷിക്കുവാൻ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കുന്നു. അതുപോലെ നമ്മുടെ വയറ്റിലെത്തുന്ന ആഹാരത്തെ അത് നാനാ ഭാഗങ്ങളിലും എത്തിക്കുന്നു. ഈ ഒരു കൂട്ടായ്മ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഒത്തൊരുമ കൊണ്ട് മാത്രമാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ താളം തെറ്റിയാലോ രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ നമുക്കുള്ള മറ്റൊരു ശരീരമാണ് ഈ പ്രകൃതി, ഈ പ്രപഞ്ചം, ഈ സമൂഹം എന്ന് പറയുന്നത്. ആ സമൂഹമാകുന്ന ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ ജീവജാലങ്ങളും, ഓരോരുത്തരും സഹജീവികളാണ്. ഈ സമൂഹമാകുന്ന ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഓരോ അപകടങ്ങളെയും തരണം ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം. അതില്ലാത്തതാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ എല്ലാ അവസ്ഥകൾക്കും ദുരവസ്ഥകൾക്കും ഒരു പരിധിവരെ കാരണമാകുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങളും. കാരണം അവയെല്ലാം തന്നെ ഈശ്വര സൃഷ്ടികളാണ്, ഈശ്വരൻ്റെ ഭാഗമാണ്, നമ്മുടെയും ഭാഗമാണ്. നമ്മളിലുള്ള ചൈതന്യം എന്ന് പറയുന്നത് തന്നെ ആ പരമാത്മാ ചൈതന്യമാണ്.